ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ ടോയ്ലറ്റ് ഉപയോഗിക്കാനായിട്ട് സ്കൂളിൽ പഠിപ്പിച്ചു തുടങ്ങുക. എങ്ങനെ വൃത്തിയായിട്ട് ടോയ്ലറ്റ് ഉപയോഗിക്കാം. അത് സ്വന്തം വീട്ടിലെ ആണെങ്കിലും, അതായത് ഒരാണ് നിന്ന് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് അവിടെ വന്ന് മൂത്രം ഒഴിക്കണമെങ്കിലോ വേറെ എന്തെങ്കിലും സാധിക്കണമെന്നുണ്ടെങ്കിലോ അത് നീ വൃത്തികേടാക്കി ഇടരുത്, അല്ല എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. റൈറ്റ് ഫ്രം ദ സ്കൂൾ എന്നാണ് ഞാൻ പറയുന്നത്. അത് പല ആളുകൾക്കും അറിയാത്തതിന്റെയോ അറിവില്ലായ്മയുടെയോ പ്രശ്നമാണ് നമ്മളെ ടോയ്ലറ്റുകൾ വൃത്തിയായി നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കാത്തത്. ഇപ്പൊ ലുലു മാളില് പോയി കഴിഞ്ഞാൽ, ടോയ്ലറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഫുൾ ടൈം ക്ലീൻ ചെയ്യാൻ ആളുണ്ട്. അതുകൊണ്ടാണ് അത്രയും ക്ലീൻ ആയി കിടക്കുന്നത്. അവർ 2 മണിക്കൂർ അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ ഒരു പബ്ലിക് ടോയ്ലറ്റിന്റെ അവസ്ഥയിലേക്ക് മാറും. ഈ പബ്ലിക് ടോയ്ലറ്റ് ഉള്ള സ്ഥലങ്ങളിൽ പോയി അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ മാറുന്ന അവസ്ഥ. 2, പബ്ലിക് ടോയ്ലറ്റ് ഇല്ലാത്ത സ്ഥലങ്ങൾ. ശ്വേതയൊക്കെ എത്ര തവണ പബ്ലിക്കായിട്ട് റോഡിൽ വണ്ടിയുടെ മറവിൽ ഡോറ് തുറന്നിരുന്ന് മൂത്രമൊഴിച്ചിട്ടുണ്ട്. ശ്വേതയ്ക്ക് പറയാം അതിന്റെ ബുദ്ധിമുട്ടുകള്. കാരണം ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ പല സംസ്ഥാനങ്ങളിലും, ലഡാക്കിലും അരുണാചലിലും നാഗാലാൻഡിലും പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കിനും ചിലപ്പോൾ മണിക്കൂറുകളായിട്ട് ഒരു കടകളോ മറ്റോ ഒന്നും കണ്ടെന്നു വരില്ല. ഈവൻ ഇപ്പോഴും മറ്റേ കുഴിക്കക്കൂസുകളുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട് അവിടെയൊക്കെ. അപ്പോ പെട്രോൾ പമ്പ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും അവിടത്തെ കണ്ടീഷൻ മോശമായിട്ട് അവിടെ കയറി ഇരിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള ടോയ്ലറ്റ് ഉള്ള സമയത്ത് പുറത്ത് കാര്യം സാധിക്കുന്നതാണ് നല്ലത് തോന്നുന്ന അവസ്ഥയാണ്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, പല രാജ്യങ്ങളിലുമുണ്ട്. ഇന്ത്യയിൽ മാത്രമാണ് ഇങ്ങനെയെന്ന് പറയാൻ പറ്റില്ല, പല രാജ്യങ്ങളിലും ഉണ്ട്. പക്ഷേ നമുക്കിതൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് ബേസിക് സിവിക് സെൻസ് ട്രെയിനിങ് സ്കൂളുകളിൽ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ വലിയൊരു കാര്യമായിരിക്കും. നമ്മുടെ സിലബസിൽ അതൊക്കെ ആഡ് ചെയ്യണം. പല കാര്യം ജപ്പാനിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പിള്ളേരെ. അവർ സ്കൂളിൽ ഫസ്റ്റ് പഠിപ്പിക്കുന്ന ടോയ്ലറ്റ് ഉപയോഗിക്കാനാണ്. ലോകത്ത് ഏറ്റവും വൃത്തിയുള്ള ടോയ്ലറ്റ്, പബ്ലിക് ടോയ്ലറ്റുകൾ കാണാൻ സാധിക്കുന്നത് ജപ്പാനിലായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ അത് നമുക്കും പറ്റണം. അത് വലിയൊരു ചലഞ്ചാണ്. തീർച്ചയായും ഈ ചലഞ്ചില് ഇത് എങ്ങനെയാണ് ശ്വേത എങ്ങനെയാണ് ഇറങ്ങി പോയതെന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് ചോദിക്കുക, ശ്വേത ഒരു വാക്ക് പറയണം. എങ്ങനെയാണ് ധൈര്യം കാണിച്ചത്? ഭർത്താവ് വിളിച്ചപ്പോ അങ്ങ് ഇറങ്ങി പോയത് എന്തുകൊണ്ടാ? അതൊരു അങ്ങനത്തെ ധൈര്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ പോവാൻ കാരണം. ഇവിടെ അതൊരു എക്സ്പീരിയൻസ് ആണ്. ബുക്കില് തന്നെ കാണാം കുറെ എടുത്ത്. ഞാൻ ഈ ഒരു കാര്യം കൂടുതലും എക്സ്പീരിയൻസ് ചെയ്തത്, എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആകുകയും ചെയ്തത് ലഡാക്കിലാണ്. ലഡാക്കില് നമുക്ക് ആ കാർഗിൽ ഭാഗത്തുനിന്ന്, അതായത് കാശ്മീരിൽ നിന്ന് ലഡാക്ക് എത്താൻ വേണ്ടിയിട്ട് കുറെ ഭാഗത്ത് നമുക്ക് റോഡ് മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. അവിടെ ഫുൾ ഈ നമുക്കറിയാലോ ഫുള്ള് ഭീകരാവസ്ഥയാ ആ സ്ഥലത്ത്. അപ്പൊ അവിടെ ബാത്റൂം എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. അപ്പൊ ഞാൻ കുറെ നേരമൊക്കെ പിടിച്ചിരിക്കും. പിന്നെ അവസാനം സഹികെട്ടിട്ടായിരിക്കും ഞാൻ പറയുന്നത് നിർത്ത്. ഞാൻ മറവിലാണെങ്കിൽ മറവിൽ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ പോകും. സോ ആ ഒരു അവസ്ഥയിൽ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആയത് അവിടെ വെച്ചിട്ടാണ്. അപ്പൊ അത് പുള്ളിക്കാരന്റെ ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നുമില്ല പേടി ഇല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട്, റോഡിലൊക്കെ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഫുൾ പ്രൈവസി അല്ലേ. പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട്, കുഞ്ഞു കൂടെ ഉണ്ടായിരുന്നു. അയാൾ ആദ്യമായിട്ട് നടക്കുന്നത് ഒരു കൊട്ടാരത്തിലാണ്. അപ്പൊ അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. വേറൊരു പ്ലേസിൽ പോയിട്ട് അയാളുടെ ചില ചേഞ്ചസ്, വളർച്ചയൊക്കെ കാണാൻ പറ്റുക എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് കൂടെ. ആ ഒരു യാത്രയിലാണ് എന്റെ മകൻ ആദ്യമായിട്ട് നടന്നത്. പിന്നെ കുറെ അച്ചീവ്മെന്റ്സ്, ലൈക്ക് മരുഭൂമിയിലെ മണ്ണിൽ കളിപ്പിച്ചു, അരുണാചലിൽ പോയിട്ട് മഞ്ഞു മലകളിൽ ആ ഒരു മഞ്ഞിനെ കളിപ്പിച്ചു. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള റോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഉംലിംഗ്ല പാസ് ആണ്. 19,000 ഫീറ്റ് അബവ് സീ ലെവൽ നമുക്ക് വട്ടി ഓടിച്ച് പോകാൻ സാധിക്കും. അതെന്ന് പറയുന്നത് എവറസ്റ്റ് ബേസ് ക്യാമ്പിനെക്കാട്ടിൽ ഉയരത്തിലുള്ള സ്ഥലമാണ്. അവിടെ ഞങ്ങൾ പോയി പുറത്തിറങ്ങി ഒരു 10-15 മിനിറ്റ് നിന്ന് ചെലവഴിച്ചു. അപ്പൊ അതൊക്കെ ആ ഒരു പ്രായത്തില് ഒരാളെ കൊണ്ട് പോവുക എന്ന് പറയുന്നത് പറ്റും. ഇത് പറ്റായികയൊന്നുമില്ല, ഇതൊക്കെ പറ്റുന്ന കാര്യമാണ്. അപ്പോ നമ്മൾ മനസ്സോടുകൂടെ ഇറങ്ങിയാൽ ഇതൊക്കെ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ എന്ന് പറയുന്നത്. ലൈക്ക് വി ക്യാൻ ഡു ഇറ്റ്, എനിത്തിങ് ഈസ് പോസിബിൾ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സോളോ ട്രിപ്പിന്റെ കാര്യം പറഞ്ഞിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാനും ഒരു വലിയൊരു സോളോ ട്രിപ്പിലായിരുന്നു. മോസ്റ്റ് ഓഫ് ദി ടൈം ഐ വാസ് സോളോ. നമ്മളൊരു ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക്
ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും നമുക്കൊരു സ്ഥലത്തിന്റെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് ആ സ്ഥലത്തെ കാണാൻ സാധിക്കും. നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വല്ലാത്തൊരു കംഫർട്ട് സോണിലും സേഫ് സോണിലും ആയിരിക്കും. പ്രത്യേകിച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും എന്താ വന്നാലും നമുക്കൊന്നുമില്ല. പക്ഷെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും അതിന് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കെയർഫുൾ ആയിരിക്കും. നമ്മൾ പരിചയപ്പെടുന്ന ഓരോ ആളുകളെയും നമ്മൾ ചിലപ്പോൾ സംശയ ദൃഷ്ടിയോടെ കാണും. അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ മറക്കാൻ സാധിക്കാത്ത അനുഭവങ്ങൾ നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ലഭിക്കും എന്നുള്ളതാണ് ആ ഒരു സോളോ ട്രിപ്പിന്റെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സോളോ ട്രിപ്പ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് അറിയാൻ പറ്റും അത് എത്രത്തോളം നമുക്കൊരു സന്തോഷം എന്നത് പറയാൻ പറ്റില്ല. അത് ഒരു വല്ലാത്തൊരു ഡിഫറെന്റ് ഫീലാണ് നമുക്ക് തരുന്നത്. ഈ ജപ്പാനിലായിരുന്നല്ലോ ഇപ്പൊ ഞാൻ കണ്ടതിന് ശേഷം ജപ്പാൻ യാത്ര പോകുന്ന തയ്യാറെടുപ്പിലായിരുന്നു എന്ന് തോന്നുന്നു സുഹൃത്തിനെ ഞാൻ കാണുന്ന സമയത്ത്. ഈ ജപ്പാനിലെ ടോയ്ലറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കൗതുകം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ജപ്പാനിലെ ടോയ്ലറ്റ് പുറത്തു നിന്ന് ആൾക്കാർ ഈ ടോയ്ലറ്റിൽ പോകുന്ന ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി വെള്ളം തുറന്നു വിടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്നും അവര് പിന്നെ സ്പീക്കേഴ്സ് വെച്ചു കൊടുത്തിട്ട് വെള്ളത്തിന്റെ ശബ്ദം എങ്ങനെ കേൾപ്പിക്കുന്ന സ്പീക്കേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന്. ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്? അവിടെ എല്ലാം മറ്റേ ജാപ്പനീസ് ബിഡെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇലക്ട്രോണിക് ടൈപ്പ് ടോയ്ലറ്റ് ആണ് ഇവിടെ ഇപ്പൊ അവൈലബിൾ ആണ്. പക്ഷെ ഇപ്പൊ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത് അവിടുത്തെ പബ്ലിക്, അതായത് ബസ് സ്റ്റാൻഡിൽ പോയാലും റെയിൽവേ സ്റ്റേഷനിൽ പോയാലും എവിടെ പോയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ്. അതിനകത്ത് ഒരു സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ മുമ്പിൽ കൂടെ വെള്ളം വരും, ഒരു സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ പുറകിലൂടെ വെള്ളം വരും. ആ വെള്ളത്തിന്റെ സ്പീഡ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കും. ആ വെള്ളം ഓസിലേറ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കും, അതിങ്ങനെ ആട്ടാൻ സാധിക്കും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കാറ്റടിപ്പിച്ച് ഉണക്കാൻ സാധിക്കും. വെള്ളം ഉപയോഗിച്ചതിന് ശേഷം കാറ്റടിച്ച് ഉണക്കാൻ സാധിക്കും. പിന്നെ ഒരു ചെറിയ സൗണ്ട് പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനം എല്ലാത്തിലും ഉണ്ടാവില്ല. ഞാൻ ഈ പറഞ്ഞതൊക്കെ അവിടുത്തെ ഒരു ബേസിക് സ്റ്റാൻഡേർഡ് ആണ്. അതായത് എല്ലായിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ അപൂർവമായിട്ടാണ് ഞാൻ അവിടെ ഇതല്ലാതെ നമ്മൾ ഈ ഇന്ത്യൻ ടൈപ്പ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഞാൻ കണ്ടിട്ടുള്ളത് വളരെ എക്സ്ട്രീം റൂറൽ വില്ലേജിൽ കുറച്ച് സ്ഥലത്ത് മാത്രമാണ്. ബാക്കി എല്ലായിടത്തും കണ്ടിട്ടുള്ളത് ഈ ഒരു കോമൺ ടൈപ്പ് സാധനമാണ്. അത് ജാപ്പനീസ് ബിഡെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്തിന് അവിടുത്തെ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാല് നമുക്ക് ഇവിടെ എത്ര സ്ഥലത്ത്, ഇപ്പൊ എനിക്ക് എന്റെ മോനെയും കൊണ്ട് മൂത്രം ഒഴിക്കാൻ കൊണ്ടുപോകണം, ഇവിടെ എത്ര സ്ഥലത്ത് നമുക്ക് കുഞ്ഞു പിള്ളേർക്ക് നിന്ന് മൂത്രം ഒഴിക്കാനുള്ള സ്ഥലമുണ്ട്. ലുലു മാളിൽ പോലും ഉണ്ടാവാൻ സാധ്യതയില്ല. അവൻ ഉണ്ടാവും, മേ ബി ഒന്നോ രണ്ടോ ഉണ്ടാവാം. പക്ഷെ എത്ര സ്ഥലത്തുണ്ട് അവിടെ? ഓരോ സ്ഥലത്ത് പോയാലും പല സ്ഥലത്തും നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ട ടോയ്ലറ്റ് സൗകര്യം പോലും ഉണ്ടാവും. അവരെ മറന്നു പോകുന്നു നമ്മളെല്ലാവരും, അല്ലേ? നമ്മള് അവരെ പൊക്കി പിടിച്ച് അല്ലെങ്കിൽ നമ്മൾക്ക് മുതിർന്നവരുടെ ടോയ്ലറ്റിൽ നമ്മൾ കൊണ്ടുപോയി ഉപയോഗിപ്പിക്കേണ്ട ഒരു അവസ്ഥയല്ലേ? അവരെ നമ്മൾ മറന്നു പോവാണ്. അവരെ കൂടെ പരിഗണിക്കുന്നതാണ് ഒരു എന്താ പറയാ ഉയർന്ന സമൂഹം. അതേപോലെ ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലായിടത്തും ഉണ്ട്. ഇവിടെ ഉണ്ട്, പലയിടത്തും ഉണ്ട്. ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലും ഇപ്പൊ അത് കോമൺ ആയി വരുന്നുണ്ട്. വീൽ ചെയർ ആക്സസിബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ അതൊക്കെ കോമൺ ആയി വരുന്നുണ്ട്. തിങ്സ് ആർ ചേഞ്ചിങ്. പക്ഷെ എത്രയൊക്കെ ചേഞ്ച് ആയാലും നമ്മൾ ഇത് വൃത്തിയായിട്ട് ഉപയോഗിക്കാനും കൂടെ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യം. ആ ഒരു സംസ്കാരത്തിൽ കൂടെ നമ്മൾ എത്തണം. അതെ, അത് പറയുമ്പോഴാണ് ഈ ഹരിദ്വാർ ഋഷികേശിൽ പോയിട്ട് ഇരുന്ന് എഴുതുന്ന ഒരാളെ കാണുക. അങ്ങനെ കാണുമ്പോൾ എനിക്ക് ശരിക്കും അതാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ അസൂയ എന്ന് പറയുന്നത്. ഇത് കുറച്ചു കഴിയുമ്പോൾ നമുക്കൊരു എന്താ പറയാ ഭയങ്കര ഒരു ക്രൈസ് ആയി മാറും. ഇപ്പൊ ക്രൈസ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സുഹൃത്തിനൊക്കെ ക്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ്. യാത്ര പോയില്ലെങ്കിലാണ് പ്രശ്നം. ഹോം ടൗണിൽ വരുമ്പോഴാണ് സുഹൃത്തിനൊക്കെ പ്രശ്നം വരുന്നത്. ആ ക്രൈസ് എവിടെ മുതലാണ് അനുഭവിച്ചു തുടങ്ങിയത് ശരിക്കും? ഈ ഹരിദ്വാറും കൂടെ ചേർത്ത് പറയണേ. അതിന് ഒരു കാര്യം ആഡ് ചെയ്യാനുള്ള എന്താ വെച്ചാല്, നമ്മൾ ഈ യാത്രകളില് പലപ്പോഴും ഫസ്റ്റ് ടൈം നമ്മളൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത് അവിടെ നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന എന്തോ ഉണ്ട് എന്നുള്ളൊരു നമ്മളവിടെ ചെന്നിട്ട് എന്തോ കാണാനുണ്ട്, അവിടെ ചെന്നിട്ട് ആ ഡെസ്റ്റിനേഷനിൽ നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന എന്തോ ഉണ്ട് എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്താണ് പലപ്പോഴും നമ്മൾ യാത്രകൾ പോകുന്നത്. പക്ഷെ നമ്മൾ പോയ സ്ഥലത്തേക്ക് തന്നെ നേരത്തെ ഈ ബുദ്ധിമുട്ട് പറ്റി പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു യാത്രകൾ മാത്രം അല്ലെങ്കിൽ യാത്രയും പ്രണയമായിരിക്കും. നമ്മൾ ഒരുപാട് ട്രോമ അനുഭവിച്ചും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടും പിന്നെയും അതിലേക്ക് പോവാൻ അല്ലെങ്കിൽ വീണ്ടും അതിലേക്ക് എത്തിപ്പെടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ യാത്രയും പ്രണയവും ഒക്കെ ആയിരിക്കും. അപ്പോ ഈ യാത്രകളിൽ ഒരിക്കലും നമ്മള് വളരെ സുഖകരമായിട്ടുള്ള യാത്രകൾ മാത്രമല്ലല്ലോ, പലപ്പോഴും സോളോ അങ്ങനെ തന്നെയാണ്. ഈ പല ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കും, കഷ്ടപ്പാടുകൾ ഉണ്ടാവും, പല കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, പല അപകടങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ തരണം ചെയ്തിട്ടാണെങ്കിലും വീണ്ടും നമ്മൾ ആ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ നമ്മളെ ഒരിക്കൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ആ സ്ഥലത്തേക്ക് വീണ്ടും പോവാൻ തോന്നിപ്പിക്കുന്നത്
നമുക്ക് അവിടെ അതിൽ നിന്ന് ആ യാത്രയിൽ നിന്ന് നമുക്ക് എന്തൊക്കെയോ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് എക്സ്ട്രീം ഒരു ഹാപ്പിനെസ് ആണ്. നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന എന്തൊക്കെയോ ഒരു എന്താ പറയാ മാറ്റങ്ങളാണ്. ഇത് ഇതൊക്കെ തന്നെയാണ്. ഈ യാത്ര ആശ്വാസമാകുമ്പോഴും ഒരു കാര്യം കൂടെ ഉള്ളത്, ഫ്രസ്ട്രേഷൻ തോന്നുമ്പോ എപ്പോഴെങ്കിലും വണ്ടി എടുത്ത് പോയി അങ്ങനെ നീളത്തിൽ പോയിട്ടുണ്ട്? ഞാൻ ഇപ്പം ഋതംഭരയെ പറ്റി എഴുതിയിട്ടുണ്ട്. ഋതംഭര എനിക്ക് അങ്ങനെ ഒരു സ്ഥലമാണ്. ഇതുപോലെ നമ്മളിങ്ങനെ ഭയങ്കര ഇങ്ങനെ പ്രഷർ കുക്കറിൽ ഇങ്ങനെ അടച്ചു പൊട്ടാറാവുന്ന അവസ്ഥയിൽ നമുക്ക് പോയി ഒന്ന് ഹൈഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തിൽ ഒന്നാണ് എനിക്ക് ഋതംഭര. എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് 2.5 മണിക്കൂർ ട്രാവൽ ചെയ്താൽ എത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെ പോവാറുണ്ട്. അപ്പൊ ഹരിദ്വാർ ഞാൻ ആദ്യമായി ഋഷികേശിൽ പോയി. ഋതംബരയെ കുറിച്ച് പറഞ്ഞപ്പോ ഋതംബരയിൽ വെച്ചിട്ടാണ് ലാലേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. ലാലേട്ടനെ ആദ്യമായിട്ട് കാണുന്നതല്ല, ലാലേട്ടനെ അച്ചപ്പം കഥ എന്റെ ഫസ്റ്റ് ബുക്ക് വായിക്കുന്ന അദ്ദേഹമാണ് അത് ഓൺലൈൻ, അത് കോവിഡ് സമയം ആയതുകൊണ്ട് അദ്ദേഹം ഓൺലൈൻ കൂടെയാണ്, അദ്ദേഹത്തിന്റെ പേജിലൂടെയായിരുന്നു അതിന്റെ റിലീസ് നിർവഹിച്ചത്. അദ്ദേഹത്തിന് ആ ബുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഋതംബരയെ വെച്ചിട്ടാണ്. അദ്ദേഹം അതിന്റെ ഒരു പേട്രനാണ്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് നേരിട്ട് കൊടുക്കുന്നത്. ഹരിദ്വാർ ഇതുപോലെ ഋഷികേശിന് പോയപ്പോ ഈ പറഞ്ഞ പോലെ എനിക്ക് അവിടെ എവിടെയൊക്കെ സ്ഥലങ്ങൾ പോകണം എന്നുള്ള ഐഡിയ ഒന്നും ഇല്ലാതെയാണ് പോയത്. അങ്ങനെ ആദ്യം ഞാൻ എത്തുന്നത് ദേവപ്രയാഗിലാണ്. ദേവപ്രയാഗാണ് എന്റെ ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ. അതിന്റെ ആദ്യത്തെ യാത്രയിൽ എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അച്ഛന്റെ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പൊ ദേവപ്രയാഗിൽ ഫസ്റ്റ് ഡേ പോയി. പിന്നെ പോകുന്നത് ഹരിദ്വാറിലേക്കാണ്. ഹരിദ്വാറിൽ പോകുന്നത് ഞാൻ ഇതുപോലെ ആദ്യമായിട്ട് സ്കൂട്ടി റെന്റിനെടുത്ത് പോയ ഒരു യാത്രയാണ്. അതും ഡിസംബറിൽ നല്ല മഞ്ഞുള്ള സമയമാണ്. എന്റെ കയ്യിലും വിൻഡർ ഗിയർ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ബൈക്കൊക്കെ 2 വീലർ ഓടിക്കുമ്പോൾ നമുക്ക് വേണ്ട ഗ്ലൗസും പ്രൊട്ടക്ഷനും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കുറച്ച് ദൂരം പോകുമ്പോഴത്തേക്കും കൈ നല്ല മരവിക്കും, പിന്നെ ഗ്ലൗസ് ഒക്കെ ഊരും, കൈ ചൂടാക്കും, പിന്നെയും ഓടിക്കും. അങ്ങനെ 2 വീലർ തന്നെയാണ് ഞാൻ ഹരിദ്വാർ എത്തുന്നത്. ആദ്യമായി ഗംഗയിൽ മുങ്ങുന്നത് ഹരിദ്വാറിൽ വെച്ചിട്ടാണ്. അതും ഗംഗയിൽ മുങ്ങണം എന്നുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നു. കാരണം ഈ നല്ല തണുപ്പുള്ള സമയത്താണ് പോകുന്നത്. ഗംഗയ്ക്ക് നമുക്ക് തൊടുമ്പോ തന്നെ നല്ല ഫ്രീസ് ആവുന്ന തണുപ്പാണ്. പക്ഷെ അവിടെ എത്തിയപ്പോ പല പുരുഷന്മാരൊക്കെ ഷർട്ട്ലെസ് ആയിട്ടൊക്കെ പൊങ്ങുന്നത് കണ്ടു. അപ്പൊ അങ്ങനെ ഞാൻ ഡ്രസ്സൊന്നുമില്ല, എക്സ്ട്രാ ഡ്രസ്സസ് ഒന്നും എടുക്കാതെ പോയത്. ഞാൻ അവിടെ പോയി അവിടുത്തെ സ്ട്രീറ്റിലൂടെയൊക്കെ നടന്ന് ഡ്രസ്സൊക്കെ വാങ്ങി. ഈ ഇങ്ങനത്തെ സ്റ്റെപ്പിന്റെ തൊട്ടടുത്ത് തന്നെ ക്യാബിൻസ് ഉണ്ട്. അവിടെ എന്റെ ബാഗൊക്കെ വെച്ച് ഡ്രസ് ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് മുങ്ങിക്കേറി. അപ്പൊ ഇതൊക്കെ വളരെ അൺപ്ലാൻഡ് ആയിട്ട് സംഭവിച്ചതാണ്. അപ്പൊ എനിക്ക് അതായിരുന്നു എന്റെ ഫസ്റ്റ് ഋഷികേശ് ഹരിദ്വാർ യാത്ര. വീണ്ടും ഞാൻ പോയി. അത് ഈ പറഞ്ഞ പോലെ തന്നെ ആ സ്ഥലത്തേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യുന്ന എന്തോ ഒന്നുണ്ട്. എനിക്ക് അവിടുത്തെ ആ ഒരു എനർജി ഭയങ്കര ഇഷ്ടമാണ്. ഇത്തവണ പോയപ്പോഴും ഹരിദ്വാറിൽ പോയി, മാനസാദേവി ടെമ്പിളിലൊക്കെ പോയി. അതൊരു പ്രത്യേക എനർജിയുള്ള സ്ഥലങ്ങളാണ്. നിങ്ങൾ ഈ IPS ആയി അഭിനയിക്കുമ്പോഴും ഇങ്ങനെ ഒരു പുലിയാണെന്ന് എനിക്കറിഞ്ഞൂടായിരുന്നു കേട്ടോ. സീരിയസ്ലി ഈ യാത്രകളിലെ എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയി തോന്നിയത് ഇപ്പൊ മ്യാൻമാർ കാണുക, ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ കാണുക, അവിടെ പോയി നിന്ന് ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുന്നത് ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ ഈസിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്തുക എന്ന് പറയുന്നത് കുറച്ചൊരു സ്വപ്നം മാത്രമാണ് ഇപ്പോഴും. പക്ഷെ അവിടെ പോയി നിന്ന് ഫോട്ടോ എടുക്കുക, അതേപോലെ പല അതിർത്തികളില് ഇപ്പം എനിക്ക് തോന്നുന്നു നേപ്പാളിലേക്ക് കയറുന്ന സമയത്താണ് വാഹനം കൊണ്ട് കയറാൻ പറ്റുക. അതിന്റെ ഒരു ത്രില്ല് വേറൊരു സാധനമാണ്. അങ്ങനെ വാഹനം ഓടിച്ചു പോകുന്ന ചിലരെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇവരിങ്ങനെ രാജ്യം കടന്നു പോകുന്നതിന്റെ ഒരു രസമുണ്ടല്ലോ. രാജ്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതിർത്തികളാണ്. പക്ഷെ എങ്കിലും കടന്നു പോകാന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കുള്ള ആ സ്ഥലങ്ങളിലേക്ക് പോകും. പ്രത്യേകിച്ച് 7 സ്റ്റേറ്റുകളിൽ പോകുന്ന സമയത്തൊക്കെ ഉണ്ടായ ഒരു അനുഭവം, ഒരു ഇന്ത്യ തന്നെയാണോ ഇതെന്ന് സംശയിക്കുന്ന ചില ഇടങ്ങൾ. ആദ്യം സംശയിച്ചല്ല, ഇന്ത്യ തന്നെയാണോ എന്ന് ആദ്യം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, മണിപ്പൂരിൽ വെച്ചിട്ടല്ല നമ്മുടെ ലൈസൻസ് പിടിച്ചിട്ട് പോലീസുകാർ പിടിച്ചിട്ട് ഇത് ഒറിജിനൽ അല്ല. ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ലൈസൻസ്, ഇത് ഒറിജിനൽ അല്ല, നമ്മൾ തർക്കിക്കുക. അത് ഇന്ത്യയല്ലേ, ഇന്ത്യൻ യൂണിയൻ കേരള സ്റ്റേറ്റ് ലൈസൻസ്. അത് ആ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. ഇപ്പൊ നമ്മുടെ ലൈസൻസ് ഒക്കെ മാറി ലാമിനേറ്റഡ് ലൈസൻസ് ആണ് വരുന്നത്. എന്നാലും ഇന്റർനാഷണൽ ലൈസൻസ് ഇപ്പോഴും പഴയ പേപ്പറാണ് വരുന്നത്. അതുകൊണ്ട് പുറത്തു പോയി കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും പല പ്രശ്നങ്ങളും വരും. അപ്പോ നോർത്ത് ഈസ്റ്റ് പോയപ്പം ഞങ്ങൾക്ക് ശരിക്കും ഒരു നൈറ്റ് ലൈഫ്, പിന്നെ അവിടുത്തെ ആളുകളുടെ മിസോറാം ഒക്കെ, അതായത് അവിടുത്തെ ആളുകളുടെ രീതികള്, അവരുടെ കൾച്ചർ ഈസ് ഡിഫറെന്റ്. നൈറ്റ് ലൈഫ്, പിന്നെ ഭയങ്കര കൊറിയൻ ടച്ചൊക്കെ ഉള്ള വസ്ത്രധാരണം നടത്തുന്ന കുട്ടികള്, ഇവൻ ഭയങ്കര അവിടെ എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കും. കാരണം ഇവർക്ക് ഈ ട്രൈബൽ ലാംഗ്വേജ്. അപ്പൊ ഈ ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ്, അതായത്
ഈ ക്രിസ്ത്യൻ സെമിനാറുകളല്ല ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളമായിട്ടുള്ള മിഷണറീസ് സ്ഥാപനങ്ങൾ ധാരാളമായിട്ടുള്ള സ്ഥലങ്ങളാണല്ലോ. അപ്പൊ ഇവരെ എല്ലാവരെയും ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് ഒരു കോമൺ ലാംഗ്വേജ് ആക്കി മാറ്റിയത് കൊണ്ട് തന്നെ ഇവരെല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കും. ഇവർക്ക് ഹിന്ദി സംസാരിക്കുന്ന അത്ര താല്പര്യമില്ല പലർക്കും, നമ്മൾ ഇവിടുത്തെ പോലെ. എന്നിട്ട് ഇവരുടെ ആ ഒരു പല സ്ഥലങ്ങളിലെയും വാഹനങ്ങൾ ഓടിക്കുന്നതിലെ പോലുമുള്ള അച്ചടക്കം, അതൊക്കെ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ്. ഈവൻ സിക്കിമിലാണെങ്കിൽ പോലും. അത് അരുണാചലൊക്കെ പോകുമ്പോഴത്തേക്കിനും ആളുകളെ ഡിഫറെന്റ് ആണ്. നമുക്കൊരു ചൈനീസ് ലുക്കൊക്കെ ഉള്ള ആളുകള്, അവരുടെ രീതികൾ വ്യത്യസ്തം, അവരുടെ ഭക്ഷണം എൻ്റയർലി ഡിഫറെന്റ്. അത് ശരിക്കും ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യമായിരുന്നു. നോർത്ത് ഈസ്റ്റ് ഭയങ്കരമായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള എക്സ്പീരിയൻസ് ഇതുവരെ പോയിട്ടില്ലാത്ത പോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം നോർത്ത് ഈസ്റ്റ്. വല്ലാതെ എക്സ്പീരിയൻസ് ചെയ്തൊരു സ്ഥലമാണ്. ഞാൻ ഈ ഒരു പുസ്തകത്തിൽ ഞാൻ ഫോക്കസ് ചെയ്യാത്ത സ്ഥലങ്ങളായിരുന്നു സൗത്ത് ഇന്ത്യ. ഞാനിപ്പോ ഒരു സൗത്ത് ഇന്ത്യൻ യാത്ര ഫാമിലിയോടൊപ്പം ആരംഭിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ 1-2 പരിപാടികൾ ഉള്ളതുകൊണ്ട് സ്ലോ ആണ് ഇനിയിപ്പോ അങ്ങോട്ട്. കാരണം സൗത്ത് ഇന്ത്യ ഇത് എക്സ്പ്ലോർ ചെയ്താൽ പോലും തീരില്ല, അത്രയധികം ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ കാണാനായിട്ട്. ഈ നോർത്തിനെ കുറിച്ചുള്ള സംശയങ്ങൾ ബാക്കിയാണ്. പക്ഷെ ഇതിന്റെ തുടക്കത്തിൽ അവതാരിക എഴുതിയിരിക്കുന്നത് സന്തോഷ് ചേട്ടനാണ്. സന്തോഷ് ജോർജ് ഉള്ളങ്ങര എന്ന് പറഞ്ഞ മനുഷ്യനാണ് നമ്മളെ ഈ ബോർഡർ സെക്യൂരിറ്റിയിലെ ഓഫീസർക്ക് 100 കൂട്ടം സംശയങ്ങളായിരിക്കും. എന്തിനാണ് ഇവൻ ഇവിടെ വരുന്നത്, എന്തിനാണ് ഇവൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പം 100 കൂട്ടം ചോദ്യങ്ങളും നമ്മൾ എയർപോർട്ട് വഴി പോകുന്നതിലും കൂടുതൽ ക്വസ്റ്റ്യനിങ്ങും ചില സമയത്ത് നമ്മളെ ഹരാസ് ചെയ്യുന്ന പോലൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ആ ഒരു ബിഹേവിയർ ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാം. അങ്ങനെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വളരെ കഠിനമെന്ന് വിചാരിച്ചിരുന്ന പല ബോർഡർ ക്രോസിങ്ങുകളും സിമ്പിൾ ആയിട്ട് എനിക്ക് കിട്ടി. വളരെ സിമ്പിൾ ആയിരിക്കുമെന്ന് കരുതിയ ബോർഡർ ക്രോസിങ്സ് നല്ല ഹാർഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. അവസാനം ഞാൻ ഞാൻ പലതവണ UK പോയിട്ടുള്ള ആളാണ്. ഞാന് ബെൽജിയത്തിലെ ബ്രസൽസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് UK ലണ്ടനിലേക്ക് പോകാനുള്ള ട്രെയിനിൽ കയറാനായിട്ട് പോകുമ്പോൾ നമ്മൾ ബെൽജിയം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് UK ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യുന്നത്. അയാൾ എന്നോട് ചോദിച്ച ചോദ്യം, നീ എന്തിനാണ് റഷ്യയിൽ പോയെന്നാണ്. അവിടെ നിന്ന് അയാൾ എന്നോട് ചോദിച്ചത്, നീ എന്തിനാ റഷ്യയിൽ പോയി. അയാൾ എന്നോട് ചോദിച്ച ചോദ്യം അതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ടൂറിസ്റ്റ് ആയിരുന്നു, ഞാൻ റഷ്യ വഴി വന്നതാണ്, റഷ്യ പോരുതെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. റഷ്യ പോകാൻ പാടില്ല, അവര് തമ്മിൽ താല്പര്യം ഉണ്ടാവില്ല, അതായിരിക്കും. അതേപോലെ റഷ്യയിൽ നിന്നും ജോർജിയയിലേക്ക് കയറാൻ നേരം 45 മിനിറ്റ് ആണ് ബോർഡറിൽ എന്നെ പിടിച്ചു നിർത്തി ക്വസ്റ്റ്യൻ ചെയ്തത്. 45 മിനിറ്റ് ഇത്രയും യാത്ര ചെയ്ത് 2-3 പാസ്പോർട്ട് കയ്യിലുള്ള നമ്മളോട് അവർക്ക് 100 കൂട്ടം ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. നമ്മുടെ കയ്യിൽ എത്ര പൈസയുണ്ട്, ഞാൻ എവിടെ നിന്ന് വരുന്നു, എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് A to Z. അവസാനം യൂട്യൂബ് ചാനലൊക്കെ നോക്കി അതൊക്കെ കണ്ടിട്ട് ആണ് നീ ഇതിനു മുമ്പ് ജോർജിയ ഒന്നുകൊണ്ട് വീഡിയോ കാണിക്കാൻ പറഞ്ഞു, പഴയ ജോർജിയ വീഡിയോ. ദൈവത്തിന് നമ്മള് പിന്നെ കൂടുതൽ നെഗറ്റീവ്സ് പറയാത്തതുകൊണ്ട് പഴയ ജോർജിയ വീഡിയോയുടെ തമ്മിലൊക്കെ നല്ല പോസിറ്റീവ് തമ്മിലായിരുന്നു. ഓക്കെ വെരി ഗുഡ്, ഓക്കെ യു ക്യാൻ ഗോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിട്ടു. അപ്പൊ അതൊരു നെഗറ്റീവ് തമ്മിലായിരുന്നെങ്കിൽ അവൻ അന്നേരം എനിക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. കാരണം ദേ ഹാവ് ഓൾ ദ റൈറ്റ്സ് ടു സ്റ്റോപ്പ് അസ്. അല്ലേ, അവർക്ക് ഒരു രാജ്യത്തേക്ക് കടന്നു വരുന്ന ഒരാളെ ഈ ഇമിഗ്രേഷൻ കൗണ്ടറിൽ ഇരിക്കുന്ന ഒരാൾക്ക് തടയാനോ ക്വസ്റ്റ്യൻ ചെയ്യാനോ അവന്റെ ഫോണോ എന്ത് സംഭവമോ പരിശോധിക്കാനോ ഉള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. നമ്മൾ നിന്ന് കൊടുത്തേ പറ്റുള്ളൂ, വേറെ ഒന്നും അത് പറയുന്ന പോലെ ചെയ്തേ പറ്റുള്ളൂ. സോ അങ്ങനെ ഒരു വല്ലാത്തൊരു ബോർഡർ ക്രോസിംഗ് എക്സൈറ്റ്മെന്റ് ആയിരുന്നു കഴിഞ്ഞ ഒരു 10 മാസം ഞാൻ നേടിയത്. 50 രാജ്യങ്ങള് ലാൻഡ് ബോർഡേഴ്സ് വഴി ക്രോസ് ചെയ്യാന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിരിക്കും, പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര അനുഭവമായിരുന്നു. അതൊരു പുസ്തകം അടുത്ത് എഴുതുന്നുണ്ട്. എക്സാക്ട്, അതും പറയട്ടെ. ഇപ്പോ ഗായത്രി, ചിലയിടങ്ങളിലേക്ക് രാത്രി നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ തന്നെ ഒരു മനസ്സിലെ ഭാവമാണ്. ഇതിനെ കവർ ചെയ്ത് വേണം നമുക്ക്. അവിടെ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവിടെ നിയമങ്ങളൊക്കെ ചിലപ്പോൾ ശക്തമായിട്ട് നടപ്പാവുന്ന സ്പേസ് ഒക്കെ ആയിരിക്കാം. പക്ഷെ ഗായത്രി പോകുന്ന സമയത്ത് ചിലയിടങ്ങളിലൊക്കെ നമുക്ക് ഈ ഡിഫിക്കൽട്ടീസ് ഭയങ്കരമായിട്ട് വരും നമ്മുടെ മനസ്സിനുള്ളിൽ നിന്ന്. പക്ഷെ അതിനേക്ക് കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അങ്ങനെ പോകുമ്പോൾ ചില മനുഷ്യരൊക്കെ നമ്മളെ സഹായിക്കാൻ അപ്രതീക്ഷിതമായി വരും. ചിലര് ചിലപ്പോൾ വള്ളിയാവും. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ ഓർക്കുന്ന മനുഷ്യരുടെ മുഖങ്ങളുണ്ടല്ലോ, പലരെയും നമ്മൾ ചിലപ്പോൾ ചില ഫിഗേഴ്സ് ആയിരിക്കും നമ്മൾ ചില അമ്മൂമ്മമാരുടെ ടെക്സ്റ്ററൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഒരിക്കലും മറക്കില്ല. അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ആ മനുഷ്യരെ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുള്ളത്, പലയിടത്തെയും മനുഷ്യർ? അങ്ങനെ ഒരുപാടുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഞാന് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ ഈ നെറ്റ്വർക്ക് പോയി എന്നൊക്കെ പറഞ്ഞ സമയങ്ങളിലൊക്കെ ആരെങ്കിലും ഒരു ദൈവദൂതനെ പോലെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കും.
ഒന്ന് ചോദിക്കാനായിട്ട്. അറിയാത്ത ഭാഷയിലൊക്കെ നമ്മൾ പറഞ്ഞൊപ്പിച്ച് നമുക്ക് ഒരു സഹായ ഹസ്തം എവിടെ പോയാലും കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ നെഗറ്റീവായിട്ടുള്ള ഭയങ്കരമായ നെഗറ്റീവ് എക്സ്പീരിയൻസസ് ഒന്നും എനിക്കും ഉണ്ടായിട്ടില്ല. ചില ഈ ഇൻഫ്രാസ്ട്രക്ചർ ഈ പറഞ്ഞ പോലെ യാത്രയില് മോളുമായിട്ട് പോയ സമയത്തൊക്കെ ടോയ്ലറ്റ്സിന്റെ ബുദ്ധിമുട്ടുകള് അങ്ങനെയൊക്കെ ഉണ്ടായതല്ലാതെ കാശ്മീർ പോയപ്പോ ഇതുപോലെ അത് ഞാൻ ബുക്കിൽ എഴുതിയിട്ടില്ല. കാശ്മീർ പോയപ്പോ നമ്മൾ കാശ്മീരിലാണ് എന്നുള്ളത് മറന്ന് നമ്മൾ രാത്രിയില് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നിന്ന് സംസാരിക്കുന്ന പോലെ ഒരു 9 മണി 10 മണി സമയത്ത് കൂട്ടം കൂടെ നിന്ന് സംസാരിക്കുകയും അപ്പൊ ഒരു ആർമിയുടെ ട്രക്ക് വന്നിട്ട് യു ആർ ഇൻ കാശ്മീർ എന്ന് പറഞ്ഞൊരു ഒന്ന് റിമൈൻഡ് ചെയ്ത് ഞങ്ങള് പിന്നെ തിരിച്ചു പെട്ടെന്ന് റൂമിലേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏത് വർഷമായിരുന്നു? ഈ കഴിഞ്ഞ വർഷം പറഞ്ഞു. ഞങ്ങള് അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് നമ്മളെല്ലാരും കുറെ ഗ്രൂപ്പ് ആൾക്കാർ വന്നിട്ട് ഞങ്ങളുടെ താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത് നിൽക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങള് അങ്ങനെ ഒന്ന് പറഞ്ഞു ഓഗസ്റ്റ് 15 കാശ്മീരില് അതും ഞങ്ങൾ പ്രത്യേകിച്ച് ഓഗസ്റ്റ് ആ ഓഗസ്റ്റ് സമയത്താണ് പോയത്. 15 ശ്രീനഗറില് ഞങ്ങള് ട്രാവൽ ചെയ്ത അയ്യോ ഒന്നും പറയണ്ട, അതൊരു ഞങ്ങൾ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് പോയത്. അന്ന് ഇതുപോലെ തന്നെ ഒരു വണ്ടി വന്നിട്ട് നമ്മളോട് പറഞ്ഞു യു ആർ ഇൻ കാശ്മീർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു വാർണിംഗ് പോലെ തന്നിട്ട് പോയി. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് റൂമിലേക്ക് പോയപ്പം ഞങ്ങൾക്ക് ചെറിയ ആദ്യം ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് കുറെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള കുറെ ഭീതി ഉണ്ടായിരുന്നു അവിടെ ചെല്ലുമ്പോ. അതായത് കാശ്മീരിലേക്കാണ് പോകുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ആർമി ഓഫീസേഴ്സ് പട്ടാളക്കാരിങ്ങനെ നിൽക്കുന്നു എന്നല്ലാതെ ഇവര് പറഞ്ഞില്ലേ, അന്നേരം ഒരു പേടി വന്നില്ലേ? അതേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ ഉള്ളില് നമ്മൾ അവിടെ എത്തുന്നവരെ നമ്മുടെ ഉള്ളിൽ കാശ്മീരിനെ പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു ഇമേജ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ടൂറിസ്റ്റുകൾ ഇത്രയധികം സ്നേഹിക്കുന്ന മറ്റൊരു സ്ഥലമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത്രയ്ക്ക് ആണ് ടൂറിസ്റ്റുകളെ അത്ര കെയറിങ് ആണ് അവിടുത്തെ ആളുകളാണെങ്കിലും അവിടുത്തെ ഓഫീസേഴ്സ് ആണെങ്കിലും. ഓക്കെ, എനിക്കപ്പം അങ്ങനെ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസോ ഒന്നും ഉണ്ടായിട്ടില്ല. പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല മുഖങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ എഴുത്തിലേക്ക് വന്നാൽ